കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. നിന്നെ കണ്ടിട്ടിന്നുള്ളിൽ മെല്ലെ പൂവിട്ടല്ലോ പ്രേമമല്ലിപ്പൂ. മല്ലിപ്പൂവേ എന്നും ചൊല്ലിക്കൊണ്ടെന്നിഷ്ടം കൂടാനെത്തും കള്ളനല്ലേ നീ. ഒന്നു കാണാൻ എത്ര നാളായി കാത്തിരുന്നെന്നോ കൂട്ടിനെത്തിയ പൂങ്കിന പെണ്ണേ. ഈ വെടിവെച്ച കോവിൽ സുമയെ വെടിവെച്ചിട്ട് എന്റെ കെട്ടിയവനെ കൊണ്ട് നായിക പോയേ. അയ്യോ 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 ദൈവമേ, ഞാൻ കാണുന്ന സ്വപ്നം എല്ലാം ഫലിക്കുമല്ലോ ദൈവമേ. എന്നാലും അതല്ലല്ല, സ്വപ്നത്തെ പോലും വെടിവെച്ചിട്ട് ഒരിത്തിരി പോലും ചോറ് എന്റെ മേത്തില്ലല്ലോ. അതെങ്ങനെയാ? മാതാവ് നാരങ്ങ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ അങ്ങനെ ഷോർട്ട് ഫിലിം പിടിക്കാൻ പോകാനല്ലേ സമയമുള്ളൂ അല്ലേ? എന്നാലും എന്റെ സുമേ, അങ്ങേര് വിടില്ലാത്ത സമയത്ത് നീ അങ്ങനെ കുറ്റം പറയാൻ പാടുണ്ടോ? ഒന്നുമില്ലേ, നമ്മുടെ ഭർത്താവല്ലേ. ഹായ്, എന്റെ ചേട്ടനല്ലേ അത്? മാലയും പൂച്ചണ്ടും ഒക്കെ ഉണ്ടല്ലോ. അയ്യോ, അപ്പൊ കെട്ടി. എന്റെ ദൈവമേ, എന്റെ സ്വപ്നം ഫലിച്ച്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങോട്ട് വാട്ടാ, കാണിച്ചു തരാം ഞാൻ. എന്നെ ഹലോ അളിയാ ബിജു, നീ വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എടാ, അത് എനിക്കൊരു ക്ലബിന്റെ സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു. എടാ, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തില്ലേ, തത്തമ്മയ്ക്കൊരു കൊച്ചമ്മ. അത് ഹിറ്റായി. അതിന് വേണ്ടിയിട്ടാണ് അവർ ചെറിയൊരു സ്വീകരണ പരിപാടിയൊക്കെ തന്നത്. പിന്നെ പ്രോത്സാഹനം ഉണ്ടെങ്കിലല്ലേ അളിയ ഇതിനൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടാവത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടല്ലേ? പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഒന്നല്ല, ഓരോ 100 എണ്ണം സ്വീകരിക്കാനും ഞാൻ തയ്യാറാ. അപ്പൊ കഴിഞ്ഞല്ലേ? കഴിഞ്ഞ് ഗംഭീരമായിരുന്നു. ജനങ്ങൾ വന്നു, കമ്മിറ്റിക്കാർ വന്നു, ക്ലബ്ബുകാർ സ്വീകരണം തന്നു. സ്വീകരണമായിരുന്നോ? പിന്നെ നീ എന്തെന്ന് വിചാരിച്ച എന്റെ കല്യാണം വന്നോ? എന്താ കയ്യിൽ കൊടുപാട്? അതൊരു തേങ്ങ പൊതിക്കാന്. തേങ്ങ പൊതിക്കാൻ? എന്നിട്ട് പൊതിച്ചില്ലേ? അല്ല, പൊതിക്കേണ്ടി വന്നില്ല. പൊതിക്കേണ്ടി അല്ലേ? ഈ വീടിനകത്തിരുന്ന കലവും ചട്ടിയൊക്കെ എടുത്ത് പുറത്തോട്ട് വെച്ച് ഇതെന്തോടെ നീ അടുക്കള കൊണ്ട് ജപ്തി ചെയ്താ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് ഞായറാഴ്ച അണ്ണാച്ചി ഒരു ദിവസം. നിങ്ങളുടെ ഷോർട്ട് ഫിലിമിൽ നായക വരുന്ന ദിവസമല്ലേ ഇന്ന്? അത് ഞാനങ്ങ് മറന്നുപോയടി. മണന്നങ്ങ് പോയി, ഞാൻ അങ്ങ് വിശ്വസിച്ച്. നീ അങ്ങനെ പറയലടി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മീരാക്കുരുവിനോട് വാഴത്തോട്ടത്തിലെ പ്രണയം പിടിച്ചില്ലേ? പിടിച്ച് നാട്ടുകാർ പിടിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് നിങ്ങൾ നീനാക്കുരിപ്പുരായിട്ട് വാഴത്തോട്ടത്തിൽ പ്രണയം ഉണ്ടാക്കുകയായിരുന്നെന്ന്. വാഴത്തോട്ടത്തിലെ പ്രണയം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലടി പ്രാന്തി. ആ ഷോർട്ട് ഫിലിമിലെ നായികനെ കൊണ്ട് നിങ്ങൾ ആ കഴിഞ്ഞ പ്രാവശ്യം അകത്തുനിന്ന് റിഹേഴ്സൽ വെച്ചായിരുന്നോ? വെച്ചായിരുന്നു. അടുക്കളയിലൊന്ന് അടുക്കി പിടിച്ച തോരനൊന്ന് ഇളക്കാൻ പോയ സമയത്ത് സ്ക്രിപ്റ്റിലില്ലാത്ത സീനിൽ നിന്ന് അഭിനയിക്കുന്നു. അത് ഏത് സീനാടി? നായികയുടെ കൈ പിടിച്ച് കറക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ നായകനെ കയ്യിലെടുത്ത് കറക്കിയില്ല മനുഷ്യ? അത് കൈന്നിട്ട് കറക്കിയതാടി. അതിന് മുമ്പേ അറിയാതെ കറക്കിയതാ. ഇങ്ങനെ കറക്കാൻ എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് വല്ല കറവ പണിക്ക് പോയിക്കൂടെ? ഒരു കലാകാരൻ ഇങ്ങനെ മുളയിലെ നുള്ളിക്കളയല്ലടി. അതിന് പാരാ മുളയില് മുള്ളിയത്? നിന്റെ അച്ഛൻ. അതാണോ ഞാൻ പറഞ്ഞോണ്ട് വന്നത്? ഇടി, നിന്റെ പാവം പിടിച്ച അച്ഛൻ ഇപ്പൊ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിക്ക് പോയിട്ടല്ലേടി വല്ലോ നമുക്ക് കൊണ്ടുതരുന്നേ. അതൊക്കെ നിനക്ക് വല്ല ഓർമ്മയും വേണ്ടേ? എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ 10-20 ആർട്ടിസ്റ്റുകളുള്ള ഈ ഷോർട്ട് ഫിലിമില് റിഹേഴ്സലിൽ നായികനെ മാത്രം ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യം എന്താ? അതാണ് ഈ നായിക എന്ന് പറയുന്ന ചില്ലറക്കാരിയല്ല, തെന്നിന്റെ വരുന്നതാണ്. തെങ്ങിന്റെ ഇടയിൽ വരുന്ന ചെള്ളല്ലേ? തെങ്ങിന്റെ തെന്നിന്റെ നടിയാണ്. തെന്നിന്റെ എന്ന് പറഞ്ഞപ്പോ രോമാഞ്ചം ഇങ്ങനെ എണിച്ചിങ്ങനെ കളയടി. ഈ നായിക ആരാന്ന് എന്റെ വിചാരം? 10-20 സിനിമയിൽ അഭിനയിച്ച ഒരു നായികയാണ് എന്റെ ഷോർട്ട് ഫിലിമിൽ വരുന്നത്. ഈ ഷോർട്ട് ഫിലിമിൽ വന്ന അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടത്തില്ലേ? നാട്ടുകാരും വീട്ടുകാരും മുന്നിലൊക്കെ നമുക്കൊരു വില കിട്ടത്തില്ലേ? കുടുംബം രക്ഷപ്പെടുന്ന കാര്യമാണെങ്കിൽ ഓക്കെ. എന്നാലും അതല്ല, ഇത്രയും വലിയൊരു സിനിമാ നടി എങ്ങനെയാ നിങ്ങളുടെ ഈ ഉണക്ക ഷോർട്ട് ഫിലിമിനകത്ത് വന്ന് അഭിനയിക്കുന്നത്? അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. എന്തെങ്കിലും പറയുമ്പോ വലിച്ചങ്ങേറ്റും. അതല്ല ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. അതായത് ഞാൻ ഒരു പ്രാവശ്യം ഈ നായിക അഭിനയിച്ച സിനിമയിൽ പണ്ട് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തില്ലേ? അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തില്ലേ? എങ്ങനെ? ഞാൻ ആ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയില്ലേ? അങ്ങനെ വ്യക്തമാക്കി പറയാം. അങ്ങനെ കൊക്കയിലേക്ക് വീഴാൻ പോയ അവരെ പിടിച്ചത് ഞാനാ.
വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്. പാലും കഷായം ഒന്നും അല്ലടി. അന്ന് രക്ഷിച്ചത് കൊണ്ട് എനിക്കൊരു വാക്ക് തന്നവര്. എന്ന് ഞാൻ ഷോർട്ട് ഫിലിം എടുക്കുന്നോ അന്ന് എന്റെ ഷോർട്ട് ഫിലിമിൽ നായികയായിട്ട് അവൾ അഭിനയിക്കുന്നു. ആ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഇന്ന് വരാന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ആ വാക്കൊക്കെ ഓക്കെ. എന്നാ പിന്നെ തൊടലും തലോടലൊന്നും വേണ്ട. അപ്പൊ ഞാൻ വേറെ കല്യാണം കഴിക്കാനാണോ പറയുന്നത്? തൊട്ട് തലോടിയുള്ള സീനൊന്നും വേണ്ടെന്ന്. ആ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരു സീനും ഇല്ല. പിന്നെ നീ നായിക വരുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ഒന്നും ഉണ്ടാക്കത്തില്ല. അതങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് വല്ലതും തിന്നണ്ടേ? അതല്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലെന്ന്. അങ്ങനെ എടി നായിക വന്ന് ഇതെന്താ ചേട്ടാ പട്ടി വാവളക്കണ പോലെ? നെയ്ച്ചോറൊന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലേ? കഞ്ഞി വെച്ചിട്ടുണ്ട്, വേണേ കൂച്ചാ മതി. തമ്പുരാനെ, നെയ്ച്ചോറും ബിരിയാണി ഒന്നും അല്ല. അവര് നെയ്ച്ചറിനാണ് പറഞ്ഞത്, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. നെയ്ച്ചറിന് പറഞ്ഞ എന്താ? അതല്ലേ പറഞ്ഞ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാന്ന്. ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ. ഒരു സെക്കൻഡ് സാർ, എനിക്കൊരു കോള് വരുന്നുണ്ട്. ഹലോ, അതെ അതെ, ഉദ്ഘാടനത്തിനാണോ? ഞാൻ ഫ്രീ ആണ്, കുഴപ്പമില്ല, പറഞ്ഞോളൂ. അതെ, ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ഉദ്ഘാടനത്തിന് പോയപ്പോ ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഭയങ്കര അലങ്കാരം മാത്രമേ കാണിക്കുന്നുള്ളൂ, ഈ കത്രിക എടുക്കാൻ മറന്നു പോകുന്നു. അതുകൊണ്ട് ഞാൻ കടിച്ചു മുറിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കത്രിക എടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ എന്റെ 7 സെറ്റപ്പ് എല്ലാം സെറ്റോടെ പോയതാണ്. ഓക്കെ 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 ഓക്കെ, വരാ. അതങ്ങ് പോയി, അത് പോട്ടെ. ഹലോ ഹലോ മാഡം, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു യാത്ര? ഓ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീടൊക്കെ കണ്ടുപിടിക്കാൻ. അയ്യോ, ഇവിടെ വന്ന് എന്നോടൊരു വാക്ക് ചോദിച്ചാൽ പറയാം, ഞാൻ പറയത്തില്ലായിരുന്നു. ഓ, അത് മതിയായിരുന്നു അല്ലേ? ഇത് മതിയായിരുന്നു. അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് എനിക്ക് മനസ്സിലായി, പ്രൊഡക്ഷൻ കാളല്ലേ? ഞാൻ പ്രൊഡക്ഷൻ കാളൊന്നല്ല, ഇങ്ങയുടെ ഭാര്യ സുമ. അത് വന്നപ്പോഴേ മനസ്സിലായി ചുമയാണെന്ന്. ചുമയല്ലെന്ന് സുമ. ഓ, സുമ. സുമ. എന്റെ പൊന്നു സുമേ, ഇത് ഒരാള് പറഞ്ഞു കയറുമ്പോ കല്ല് കടിക്കല്ലേ നീ. പോയോ? ആ മേഡം, പപ്പംപേട്ട കുഞ്ഞ് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വന്നതിനൊരു നന്ദി. എങ്ങനെ വരാതിരിക്കാൻ പറ്റും? എനിക്ക് ജീവിതം തന്ന ഒരു മനുഷ്യനല്ലേ. വാവിട്ട വാക്കും കൈവിട്ടായതോ രണ്ടും തിരിച്ചെടുക്കാൻ പറ്റൂല. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞില്ലേ, അതാണ് സംഭവം. നീ അങ്ങ് പോ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ. എക്സ്ക്യൂസ് മീ സാർ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഈ പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നത്? ഫംഗൽ വറും കേട്ടോ. ഫംഗൽ വറും. മാഡം, ഒരുപാട് സിനിമയിൽ അഭിനയിച്ചെന്ന് അറിയാം. അതെ അതെ, ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും റീസെന്റ് ആയിട്ട് സിനിമയിൽ ഞാൻ എല്ലാം ഡീസന്റ് ആയിട്ട് അഭിനയിക്കാറുള്ളൂ. അതല്ല, അവസാനം അഭിനയിച്ച സിനിമ ഏതാണ്? ഐ തിങ്ക് ഞാൻ അവസാനമായിട്ട് അഭിനയിച്ചത് 2018. ടോവിനോട് 2018 അഭിനയിച്ചോ? അതല്ല, ഞാൻ അഭിനയിച്ച അവസാനത്തെ വർഷമാണ് പറഞ്ഞത്. 2018. അതെ അതെ. 5-6 വർഷം എന്ത് ചെയ്ത്? ഞാൻ ചുമ്മാ ഇരുന്നു. അതല്ലെന്ന്, ഈ ബ്രേക്ക് എടുത്ത് നിൽക്കാനുള്ള കാര്യം. ബ്രേക്ക് എടുത്തതല്ല, ബ്രേക്ക് തന്ന് ഇരുത്തിയതാണ്. അതെ അതെ. അവസാനം ചെയ്ത സിനിമയുടെ പേരെന്തായിരുന്നു? മിൻമിനിയുടെ ചിമ്മിണി വിളക്കുകൾ. ചിമ്മിണി വിളക്കായിരിക്കും, അതോട് കൂടി അണഞ്ഞും കാണും. സാർ, ഔട്ട് ഓഫ് കമന്റ്സ് എനിക്ക് ഇഷ്ടമില്ല. യൂട്യൂബിൽ വരുന്ന കമന്റ്സ് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മാഡം, നമുക്ക് തുടങ്ങാം. മാഡം, നമ്മുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു വേലക്കാരിയാണ്. ഈ വേലക്കാരിൽ നിന്നും പഠിച്ച് കഷ്ടപ്പെട്ട് IPS ഓഫീസർ ആവുന്നതാണ് ക്യാരക്ടർ. ഈ വേലക്കാരിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രണയമുണ്ട്. അപ്പൊ ഈ കാമുകൻ വന്ന് പ്രണയം പറയുന്ന സമയത്ത് പ്രണയം കൊണ്ട് പൂത്തുലയണം. ഇപ്പൊ ഉലയണ്ട, കാമുകൻ വരുന്ന പറയുമ്പോ ഉലഞ്ഞാ മതി. അപ്പൊ ഈ പ്രണയം പൂത്തുലയുന്ന സമയത്തെ നമുക്ക് കെട്ടിപ്പിടിച്ച് 2 റൗണ്ട് കറങ്ങിയാലോ സാറേ? അതൊരു നല്ല ഐഡിയ അല്ലടി? യോ വേണ്ട, നമുക്ക് ആ സീൻ അത്ര അങ്ങോട്ട് കയറുന്നത് എനിക്ക് തോന്നില്ല. ഒരു മിനിറ്റ് മേഡം. യോ, പ്രൊഡ്യൂസർ വിളിക്കുന്നു, ഒറ്റ സെക്കൻഡ് എനിക്ക് ക്വാളിറ്റി ചെയ്തോട്ടെ. ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. ഉപ്പ് കറുപാട് ഉറവച്ച സോറ് ഒട്ടിത്തറ നീ പോതും എനക്ക് കൊല്ലാക്ക് കൊല്ലാക്ക് കൊല്ല കൊല 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 കൊല്ല കൊല കൊല. അതെ, മാഡം പാട്ട് പഠിച്ചിട്ടുണ്ട്? ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ആരെങ്കിലും പാടണ കേട്ടോ ഞാൻ പെട്ടെന്ന് കേച്ച് ചെയ്ത് പാടും. അതെനിക്ക് മനസ്സിലായിരുന്നു. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയോ? അല്ല, ഇങ്ങനെ ഇരിക്കണോ? അയ്യോ, അതല്ലെന്ന്, റിഹേഴ്സൽ ചെയ്യണ്ടേന്ന്. അതിന് സാറ് പുറത്തല്ലേ പോയിരിക്കണേ? സാറ് പുറത്ത് പോയിക്കോട്ടെ, ഞാനും സാറും കൂടി ഇരുന്നിട്ടല്ലേ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പൊ എനിക്കറിയാം. മാത്രമല്ല, സാറ് പുറത്ത് പോകുമ്പോ പറഞ്ഞായിരുന്നു മാഡത്തിനെ കൊണ്ട് എന്തായാലും റിഹേഴ്സൽ ചെയ്യിപ്പിക്കണ്ടേ സുമേന്ന്. ആണോ? എന്ത് സീനാ പറഞ്ഞോളൂ. സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പച്ചക്കറി അരിയുന്ന സീന. ഞാൻ അറിയാനോ? പിന്നെ ഞാൻ അറിയോ? നിങ്ങളല്ലേ അഭിനയിക്കുന്നേ, അപ്പൊ നിങ്ങൾ തന്നെ അറിയണം. അവിടെ പോയിരുന്ന് അറിയണം. അവിടെ പോയിരുന്ന് അറിയാണ്ട് പിന്നെ എവിടെ പോയിരുന്ന് അറിയൂ? അങ്ങോട്ട് തന്നെ, പെട്ടെന്ന് അങ്ങോട്ട് പോ. അങ്ങോട്ട് നിറച്ചുണ്ടല്ലോ. നിറച്ചുണ്ട്, വേഗം പോയി അരി അങ്ങോട്ട്. ഭയങ്കര സീനായി പോയല്ലോ.
ചേച്ചി എന്തൊക്കെയായി ചേച്ചി ചേച്ചി പെണ്ണും വിളിച്ചാ കേക്കണ്ടേ എന്തുവാ? എന്തൊരു പൊടി ചേച്ചി അയ്യോ എവിടെ പൊടി ഇരിക്കുന്നു ദേ ഇവിടെ തറയിലൊക്കെ പൊടി പങ്കള് പറയും കേട്ടാ കൂട്ടുകള ഇരുന്നങ്ങ് നിരങ്ങ് അന്നപ്പോ ഭയങ്കര പത്രാസായിരുന്നു ബാക്ടീരിയ ഫംഗൽ ഇന്ന് നീ ഫംഗലിൽ കിടന്ന് ഉരുളുവടി നീ കാറ്റ് കൊള്ളട്ടെ ഞാൻ അതെ ഇങ്ങനല്ല വേലക്കാരിന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാ നല്ല കൈത്തായക്കുള്ള കഥാപാത്രം അങ്ങോട്ട് സ്പീഡ് അങ്ങോട്ട് അരിഞ്ഞിട് ആ സവാള എടുത്ത് അങ്ങോട്ട് കുഞ്ഞുകുന്നാന്നരിയേ കുഞ്ഞുകുഞ്ഞ കുഞ്ഞുകുന അയ്യോ കപ്പളങ്ങി അല്ല സവാള അതുകൊണ്ട് വയലത്ത് കളറ് ഇതാണോ ചേച്ചി അയ്യോ അത് തന്നെ പക്ഷെ എന്തോ പറയും നോക്കണേ അയ്യോ ചേച്ചി കണ്ണീന്ന് വെള്ളം വരണല്ല ചേച്ചി സവാള അരിഞ്ഞാ പിന്നെ കണ്ണിന്ന് ജ്യൂസാ വരിക എന്താ കോമഡിയാ. ഇത് കൊള്ളാട്ടോ നല്ലയാ അതെ കാഞ്ചീപുരാണോ അല്ല സവാള എന്നല്ലേ പറഞ്ഞത് ഈ ഉടുത്തേക്കുന്ന കാഞ്ചീപുരാണോ ആ ഇത് മാർത്താണ്ടത്തൊന്ന് വാങ്ങിച്ചോ ചേച്ചി മാർത്താണ്ടത്ത് വരെ ചേട്ടനെ പറഞ്ഞു വിടാൻ വലിയ പാടായിരിക്കും ഒന്നും പറ്റത്തില്ല ചേട്ടാ എന്നാൽ ഇത് നല്ല സുഖമുണ്ട് കേട്ടോ അത് നല്ല കാറ്റുണ്ട് ഇതിന് അതെ അടുപ്പിലെ തീ അണഞ്ഞായിരുന്നു അതിന് ഊതണം ഞാനോ പിന്നെ അത് ഊതി കത്തുമ്പോഴല്ലേ ചേച്ചിയുടെ ക്യാരക്ടർ ആളിക്കത്തുള്ളൂ അങ്ങനെ ഊതി കത്തിക്ക് അങ്ങോട്ട് ഞങ്ങോട്ട് കത്തിക്ക് എന്തൊരു ചേച്ചി നല്ലൊരു കാറ്റ് ഇല്ല സാർ എന്താ ഓക്കെയാണ് സാർ ഇട്ടോ, സാറ് വാങ്ങിക്കണം. ഓക്കെ സുമേ വേഗം ആവട്ടെ അതെയോ? മേഡം, നമുക്ക് തുടങ്ങാം അയ്യോ ഇതാരാ എന്റെ നായികയെ കൊണ്ട് അടുപ്പിക്കൊണ്ട് വെച്ചത് ചേട്ടാ നല്ല സുഖക്കിളിയാന്ന് അല്ല പറഞ്ഞ കുടിപ്പ് നീ എന്ത് കാണിച്ചു വെച്ചേക്കുന്നത് എന്തോ കാണിച്ചു വെച്ചൊക്കെ ചേട്ടൻ അങ്ങോട്ട് പോയപ്പോ ഭയങ്കര ഷോ അവിടെ കിടന്നിട്ട് എനിക്കാ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും ഈ പൊടി ഇവിടുന്ന് ഓ. മേഡം എന്താ സാർ മതി എനിക്ക് അറി വെന്തിട്ടില്ല സാർ വെന്തിട്ട് കഴിക്കാം അരി വെച്ചോട്ടെ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ അയ്യോ എന്തോ ഒരു സൗണ്ട് കേട്ടായിരുന്നോ എന്തോ ഞാൻ കേട്ടില്ല രാധാമണിന്റെ പറമ്പിൽ തേങ്ങ വീണേക്കുവാ എന്നാ പോയിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം പോയിട്ട്. തൊണ്ടേ ഈ വട്ടത്തിന്റെ അപ്പുറത്തെങ്ങാ പോയ എന്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ ഇപ്പൊ വരിഞ്ഞേ യോ ഏതെങ്കിലും പറമ്പിൽ തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം പോവള് എന്തോ പറയുന്നൂറാ അയ്യോ പൊല്ലി 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 ഉള്ളിയോ കൈ പൊല്ലി സാർ കൈ പൊല്ലി അയ്യോ അയ്യോ ഒന്ന് പിടിക്കോ എന്തേ മേഡം ഇതൊക്കെ ബാബാ ഇവിടെ വന്നിരുന്നാണ് പൊല്ലിപ്പോയി സാർ ശ്രദ്ധിക്കേണ്ട ഒരു മിനിറ്റ് മേഡം ഞാനേ ഓയിൽമെന്റ് ഇട്ട് തരാം സാരമില്ല കേട്ടോ പോട്ടെ കുറച്ചിട്ടാ മതി കുറച്ചിട്ടേ എടുത്തോളൂ മതി സാർ ഓക്കെ കുറച്ചിട്ടാ മതി കുറച്ച് മതി സുമേ ഇതേതാ സീന് ഇത് സീനിലില്ല കൈപൊള്ളി എന്ന് പറഞ്ഞപ്പോ ഇത്തിരി മരുന്നിട്ട് കൊടുത്തു കൈ പൊള്ളി അങ്ങ് വേവട്ടെ എന്ന് വിചാരിക്കണം എന്താ നിങ്ങൾ കാണിച്ചേ സാർ നല്ല വേദന കുറവുണ്ട് സാർ ഈ മരുന്നിട്ട് തന്നു നല്ല വേദന മേഡം ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ വായിക്കാം സാർ ഇരിക്കുന്നു സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ സുമേ നീ ഓക്കെ അല്ലേ ഓക്കെ അല്ല എനിക്കറിയല്ല ഞാൻ അറിയാതെ ചെയ്തു പോയതാ ഇങ്ങോട്ട് നോക്ക് ഈ ഒറ്റ സീനോടെ കഴിഞ്ഞ് അയ്യോ ഒരൊറ്റ സീന് പിന്നെ അവളുടെ കാര്യത്തില് ഞാൻ കാണിച്ചു മേഡം സ്ക്രിപ്റ്റ് വായിച്ചോ വായിച്ചു സാർ വായിച്ചു മേഡം ഇതിലേ ഇനി IPS ഓഫീസർ ആവുന്നതാണ് മേഡം ക്യാരക്ടർ IPS ഓഫീസറായ സന്തോഷം അറിയിക്കാൻ വേണ്ടി കാമുകന്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ കാമുകന്റെ അടുത്ത് ചെല്ലുമ്പോ സങ്കടവും സന്തോഷവും എല്ലാം മുഖത്ത് വരണം റെഡി അപ്പൊ നടന്നു വരണം ഒരു അന്ന നടയിൽ നടന്നു വരണേ ഞാൻ ആക്ഷൻ പറയാം റെഡി ആക്ഷൻ എവിടെ പോണു അന്ന നടക്കാൻ പറഞ്ഞു ഇത് ഫാഷൻ ചോദിക്ക് നടക്കുന്ന പോലെ ഉണ്ട് ഇങ്ങനല്ല സാരമല്ല നമുക്ക് ഒപ്പിച്ചെടുക്കാം അപ്പൊ നമ്മൾ ആ കാമുവിനെ കണ്ടു അപ്പം എനിക്ക് ജോലി കിട്ടി എന്നുള്ള സാധനം ആ സങ്കടത്തിലൂടും സന്തോഷത്തോടുകൂടി പുറത്തേക്ക് പറയാം ചേട്ടോ എനിക്ക് IAS ഓഫീസറായിട്ട് ജോലി കിട്ടി ചേട്ടോ ഉമ്മ അല്ല 6-7 വർഷം വീട്ടിൽ കയറിയിരുന്നത് എന്റെ പൊന്നു മനുഷ്യ അങ്ങോട്ട് മാറിയുന്നേ പെണ്ണുമ്പിള്ളേ എന്റെ ചേട്ടൻ രാത്രി ഉറക്ക വളച്ച് എഴുതിയ സ്ക്രിപ്റ്റാ അതങ്ങനെ തൊലയ്ക്കാൻ ഈ സുമയുള്ളപ്പോ സമ്മതിക്കില്ല ഞാനേ ഒരു തവണ കാണിച്ചിരും അത് കണ്ടങ്ങ് ചെയ്താ മതി ഓക്കെ നീ എന്തോ കാണിക്കുന്നേ നിങ്ങളടുത്ത് ആരെയും പറഞ്ഞു ഇങ്ങോട്ട് വരാൻ ഞാൻ കാണിച്ചോളാം ഓക്കെ ആദ്യം ഇങ്ങനെ കുത്തണോ ചേച്ചി എന്ത് മനുഷ്യ അയ്യേ എന്തെങ്കിലും പറയുമ്പോ നോക്കിക്കോണം
ആ ഇത് തന്നെ കറക്റ്റ് സാധനം. ഇങ്ങനെ ചെയ്താ മതി. അതല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു മിഡ്, ഒരു വൈഡ്, ഒരു ക്ലോസ്, അതാ ഞാൻ എടുക്കാൻ പോകുന്നത്. ആക്ഷൻ പറയുമ്പോ എന്തുവാ ഇതൊക്കെ എപ്പോ പഠിച്ച്? ഞാൻ നേരത്തെ എനിക്കറിയാം. നിങ്ങൾക്ക് എന്തുവാ ഉച്ചക്ക് ചോറിന്റെ കൂടെ ചമ്മന്തി കിട്ടിയില്ല, എന്റെ സ്വഭാവം മാറും. മര്യാദക്ക് പോയി അടുപ്പിൽ ഊതി കത്തിച്ചാട്ടത്. നീ എന്തോ ഒരാൾ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കും. അതെ, ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഫ്രെയിമിന്ന് മാറരുത്. ഓക്കെ, ഞാൻ ആക്ഷൻ പറയുമ്പോ അതുപോലെ കാണിച്ചേക്കണം. ഓക്കെ ഓക്കെ. ആക്ഷൻ. അതെന്താ പെട്ടിട്ട് പോയത്? ഉമ്മിട്ടിട്ട് പോയ പോക്ക. ഞാൻ ചോദിക്കട്ടെ, എത്ര കൊല്ലം ചുമ്മാ വീട്ടിലിരുന്നതേ വെറുതെ അല്ല, ഇങ്ങനത്തെ ഓരോ ഹുമ്മിട്ട് വാരി എറിഞ്ഞിട്ടാ. അതെ, ലാസ്റ്റാ ഞാൻ ഒരു സീൻ അങ്ങ് തരും. അതിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ആക്ഷൻ പറയുമ്പോ മുന്നോട്ട് നടന്നേക്കണം. ഓക്കെ ഓക്കെ. അതേ സീനാടി. നിങ്ങൾക്ക് ഒരു നടക്ക് പോവാൻ സമ്മതിക്കൂലേ? നിങ്ങളടുത്ത് ഞാൻ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ ഞാൻ? ഓ, ഈ ആക്ഷൻ. ആ. മുന്നോട്ട് നടക്കുന്നു. നടന്നു. പോട്ടെ പോട്ടെ. മതിയോ ചേച്ചി? ഇവിടുന്ന് വലത്തോട്ട്. കുറച്ചും കൂടെ മുന്നോട്ട് നടക്ക്. നടന്നു ചേച്ചി. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ചേച്ചി. ആ ബസ് സ്റ്റോപ്പിനകത്തോട്ട് കയറി നിക്ക്. കയറി ചേച്ചി. ഇപ്പൊ സമയം എത്രയായി? 10:10 ചേച്ചി. 10:30 ഒരു സൂപ്പർ ഫാസ്റ്റ് ഇപ്പൊ വരുവേ. എന്തിന്? അത് കയറി മര്യാദക്ക് പോക്കണം. ഈ പഞ്ചായത്ത് മേലെ കണ്ടുപോരുത്. എനിക്ക് ആകപ്പാടുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരിക്കും. നീ അവരെ പറഞ്ഞു വിട്ടോ മതി. ഞാൻ ഈ ഷോർട്ട് ഫിലിം എങ്ങനെ ചെയ്യൂടി? നിങ്ങൾ ഇനി ഷോർട്ട് ഫിലിം ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞ എന്റെ സ്വഭാവം മാറും. അപ്പൊ ഞാൻ ഇനി എന്നാ പറയുന്നു? കരണ്ടി, മുഴങ്കോല്, തേപ്പ് പലക. ഇതൊക്കെ എന്തിനാ ഞാൻ പറയുന്നേ? ഇതൊക്കെ പെറുക്കി നാളെ അച്ഛൻ്റെ കൂടെ പണിക്ക് വെക്കണമെന്ന്. സുമേ, അപ്പൊ എന്റെ മരം കൊത്തിക്ക് ഒരു മൂക്കുത്തി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അതേതെങ്കിലും പൊത്തി കാണൂന്ന്. സുമേ